ശ്രീമതി അഞ്ജു, ലൊക്കേഷനുകളിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തെളിഞ്ഞ കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ളവ ചർച്ചയാകുമ്പോഴും വാർത്തയാകുമ്പോഴും മസാല കഥകളൊക്കെ ഇങ്ങനെ പ്രചരിക്കുമ്പോഴും ഈ ലഹരി ഇടപാടുകളെക്കുറിച്ച് മാത്രം ആരും ഒന്നും മിണ്ടുന്നില്ല. പലർക്കും അത് വാർത്തയേ അല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ലഹരി ഇടപാടുകളും ലഹരി ഉപയോഗവും ഈ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനിലേക്ക് അടക്കം വ്യാപിക്കുമ്പോഴും വാർത്തയാകാത്തത്? തീർച്ചയായും രോഹിണി, അതിന് കൃത്യമായ ഇടപെടലുണ്ട്, രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. വൻ സ്രാവുകളാണ് ഈ ലഹരി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, വൻ സ്രാവുകളാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, മല പോലെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ് സ്കാൻഡൽസ് മാത്രമല്ല. ഓഫ് കോഴ്സ്, കാരണം ആ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് സെക്സ് സ്കാൻഡലോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായിരുന്നു ലഹരി ഇടപാട്. മലയാള സിനിമയെ പിടിമുറക്കിയിരിക്കുന്ന ലഹരി, അതായത് ആ മാഫിയ. അപ്പം അതിനെക്കുറിച്ച് ഇവിടെ ചർച്ചയായിട്ടേ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ഈ നിമിഷം വരെയും. കാരണം ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ, മറ്റ് എന്ത് രീതിയിലുള്ള അതായത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അവർ ആര് വാതിലിൽ മുട്ടി, അതായത് മുട്ടുന്ന കാര്യങ്ങൾ, അതായത് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, പ്രബുദ്ധത എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധത എന്ന് പറയുമ്പം അർഹിക്കുന്നതല്ലേ നമ്മുടെ മാധ്യമങ്ങൾക്കും കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുമ്പം ഇക്കിളിപ്പെടുത്തുന്ന കഥകളുടെ പിന്നാലെ പോകുന്നതാണ്. അപ്പം അതുകൊണ്ടാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഏറ്റവും പ്രധാനമുള്ള അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം അവർ പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ട് മാത്രമാണോ മലയാള സിനിമയിൽ ലഹരി ഉണ്ടെന്നുള്ളൊരു ഇടം നമ്മൾ മനസ്സിലാക്കിയത്? പ്രമുഖ നടൻ, ഇപ്പോഴത്തെ യുവനിരയിലെ പ്രമുഖ നടൻ 2015 സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്, കേസായത്. അതായത് കടവന്ത്രയിലെ ഫ്ലാറ്റിൽ നിന്ന് 2015 ആ നടൻ ഒപ്പം 4 സ്ത്രീകളും ആയിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നിട്ടോ അതിനുശേഷം ഞാൻ എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്, 1-2 സിനിമകളിൽ മുഖം കാണിച്ചിരുന്ന ആദ്യം വലിയ പ്രാധാന്യമില്ലാത്ത, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ, പക്ഷേ എന്നാലും ഈ ഒരു ലീഡ് റോളിലേക്ക് വന്നിട്ടില്ല ആ നടൻ. പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ ഗ്രോത്ത് എന്തായിരുന്നു? അപ്പോൾ ലഹരി ഇടപാട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരാനുള്ള വൻപൻ ശരിക്കും ഒരു അവസരം ഒരുക്കി കൊടുക്കലാണോ മലയാള സിനിമ? അതിനുശേഷം അയാളുടെ കരിയർ ഗ്രോത്ത് നോക്കൂ. പിന്നീട് അദ്ദേഹം ആ ഒരു കേസിൽ ഉൾപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ 2015 ശേഷം ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ സിനിമകളാണ്. അത് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അപ്പം അത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് ലഹരിയുടെ ഇടപെടലുണ്ടെന്ന്, അതായത് മലയാള സിനിമയിലെ പ്രമുഖ നടൻ തന്നെ ലഹരിയുമായിട്ട് പിടിയിലായി. കൊക്കൈൻ, അത് സാധാരണ ലഹരിയൊന്നുമല്ല, കൊക്കൈനുമായിട്ട് പിടിയിലായി. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നു റേവ് പാർട്ടീസ് സിനിമകളിൽ. നമ്മൾ നോക്കും തെലുങ്ക് സിനിമകളിലൊക്കെ ശരിക്കും റെയ്ഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോഴും പക്ഷേ കൊച്ചി കേന്ദ്രീകരിച്ച് വൻ മാഫിയുണ്ട്. അതിനുശേഷം തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ നിർമ്മാതാക്കളുടെ ഒരു സംഘടനയും അവരെല്ലാവരും കൂടെ ചേർന്നൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില യുവ നടന്മാർ സെറ്റുകളിൽ ചെന്നിട്ട് ലഹരി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റുകളിൽ ചെന്നിട്ട് അവരുണ്ടാക്കുന്ന തലവേദനകളെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വിലക്കുകളുണ്ടായിരുന്നു. ഇതെല്ലാം മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ, ഞാൻ ഈ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതെടുത്ത് പറയണം, അവർക്ക് എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നുണ്ട് അത് പറയാനുള്ള കാര്യം തന്നെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളിപ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്നലെ ഒരു വൻ വെളിപ്പെടുത്തലുണ്ടായി. നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു തമിഴ് സിംഗർ ഒരു തമിഴ് ചാനലിന് കൊടുത്തതിൽ വ്യക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. എന്നിട്ട് നോക്കൂ, എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. 2 മാധ്യമങ്ങൾ എടുത്ത് പറയാം, മുത്തശ്ശിമാരാണ്, ഒരുപാട് പാരമ്പര്യങ്ങളുള്ള മുത്തശ്ശിമാർ. അവർ ആ വാർത്ത കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതില്ല, നമുക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണത് കാണിക്കുന്നത്? അത് കൃത്യമായിട്ട് ഫണ്ടിങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് നോട്ട് ഫൗണ്ട് ആയി, അല്ലെ? ഫണ്ട് വെച്ച് നോട്ട് ഫൗണ്ട് ആവുന്ന ഈ ഒരു മാജിക്. അപ്പോൾ എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേവലം ആരോപണങ്ങളുടെ പിന്നാലെ പോയിട്ട് ഒരു അപ്പുറത്തെ വീട്ടിലൊരു തട്ട് കിട്ടിയാൽ പോലും ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വാതിൽ മുട്ടണയാണോ എന്ന് അന്വേഷിച്ച് കോലും പിടിച്ച് പോയിട്ടുള്ള ഇതേ മുഖ്യധാരാ മാധ്യമങ്ങൾ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ആരോപണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇരട്ടത്താപ്പ്? അപ്പോൾ പ്രിവിലേജ്, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഫണ്ടിങ്. അപ്പം ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഇത്രയും ദിവസം അമ്മ സംഘടനയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നായിരുന്നു. ശരിക്കും ഞാൻ പറയുന്നു, മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം പവർ ഗ്രൂപ്പ് അല്ല, ഇവിടെ പുക ഗ്രൂപ്പ്. അതായത് കൃത്യമായിട്ട് അങ്ങനെ ഒരു
പുക ഗ്രൂപ്പുണ്ട്, ആരോപണങ്ങൾക്ക് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പേര്, കാരണം അവിടെ നിന്ന് ഒരു ഇടപെടലുണ്ടായി, അതിനെതിരെ ഇന്ന് ഡിഫേമേഷനായിട്ട് അവർ പോയിട്ടുണ്ടെന്ന് അറിയുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ചോദിക്കുന്ന കാര്യം, ഡിഫേമേഷനായിട്ട് കൊടുക്കുന്നു, കേസോ അതൊക്കെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നില്ല? മറ്റെല്ലാ കാര്യങ്ങൾക്കും മാധ്യമങ്ങൾ ഇതേ സുചി ലീക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കുറേ ഇതേപോലുള്ള ആരോപണങ്ങൾ ഇതേപോലുള്ള മാധ്യമങ്ങളിൽ മറ്റ് നടന്മാർക്കെതിരെ വന്നപ്പോൾ ഒക്കെ അതേ ശരിക്കും ഇക്കിളിപ്പെടുത്തുന്ന കഥകളുമായിട്ടൊക്കെ ഇതേ മാധ്യമങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് പറയാം, ഈ സുചി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയെക്കുറിച്ച്, ആ ഒരു നമ്മൾ പറയില്ല ഗായികയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെയല്ല, അതിന് മുന്നിലുള്ള അവരുടെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മലയാളത്തിലുള്ള നടികളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ നിന്ന് പോയി തമിഴിൽ പ്രശസ്തരായിട്ടുള്ളവരെ കുറിച്ചൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, വാർത്തയാക്കാൻ നമ്മുടെ ഈ പത്ര മുത്തശ്ശിമാർക്ക് മടിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ മാത്രം കൃത്യമായിട്ട് ഇത് മുക്കിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടേണ്ട പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഉള്ളത് മലയാള സിനിമയിൽ ആരാണ് എന്ന് ഇനി പേരെടുത്ത് പറയേണ്ടതില്ല, വ്യക്തമാണ്.